ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യണത് നമ്മൾ ഈ കണ്ണട വെച്ചിട്ടുള്ള മൂക്കിൻ്റെ സൈഡിലെ കറുപ്പും കണ്ണിൻ്റെ അടിയിലെ കറുപ്പും കൈമുട്ടിലെ കറുപ്പും പിന്നെ മുഖത്തെ ചുളിവുകളൊക്കെ പോകാനായിട്ട് പറ്റിയൊരു എണ്ണ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിന് കേട്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും ക്യാരറ്റ് എടുക്കാം, അതിനൊരു കുഴപ്പമില്ല. ഒരു ബുദ്ധിമുട്ടില്ല അത് ഉണ്ടാക്കാനായിട്ട്. ഇതൊന്ന് ചീകിയെടുക്കാം. ഇതുപോലെ ഇതിൽ വെച്ചിട്ടൊന്ന് ചീകാം കേട്ടോ. നല്ലോണം ചീകിയെടുക്കുക. ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് മുറുക്കണമെന്നില്ല, ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, പുരട്ടാനും എളുപ്പമാണ്. കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണ മുറുക്കി നമ്മൾ തലയിൽ വെളിച്ചെണ്ണ മുറുക്കില്ല, അതുപോലെ മുറുക്കുക. പക്ഷേ ഞാനിത് വെയിലത്ത് വെച്ച് ഒറ്റ ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാം. വെയിലത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്ക് തേക്കാനും നല്ലതാണ്. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു കഷ്ണം മഞ്ഞൾ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മഞ്ഞൾ ഇടുമ്പോൾ ആൺകുട്ടികൾക്കൊന്നും തേക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം വെച്ചപ്പോഴേക്കും അത് ഉണങ്ങിയപ്പോൾ നോക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതിനി ഒരു ചില്ല് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കണേ നല്ലത്. ഇതുപോലെ ചില്ല് ഗ്ലാസ്സിലേക്കാണ് കേട്ടോ. ആൺകുട്ടികൾക്കും തേക്കാം. ആൺകുട്ടികൾക്ക് തേക്കുന്നത് കൊണ്ടാണ് ഇതിൽ മഞ്ഞൾ ചേർക്കാത്ത. അല്ലെങ്കിൽ വേണമെങ്കിൽ മഞ്ഞൾ ചേർക്കാം. ഉണ്ടാക്കാൻ എളുപ്പമാണ്, എല്ലാവർക്കും തേക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നാളികേരം ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയുണ്ടല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഒഴിക്കുക. ഇതിനി ഒരു 1.5 ദിവസം 2 ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇനി വെയിലത്ത് വയ്ക്കണ്ട, അതിന് ശേഷം ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് 1.5 ദിവസമായിട്ടുള്ളൂ കേട്ടോ. 2-3 ദിവസം ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മഞ്ഞ കളർ വരും. ഇതിനി അരിച്ചെടുക്കാം. നല്ലോണത്തൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനിയിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടി ഒരു മഞ്ഞ കളർ കിട്ടും കേട്ടോ. അതിന് കണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് കുളിക്കുന്നതിന് മുന്നേ കൈമ തേക്കുക, കാലുമ തേക്കാം. കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം. ക്യാരറ്റ് ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിലെ കറുപ്പും മൂക്കിൻ്റെ സൈഡിലെ കറുപ്പൊക്കെ കളയാനായിട്ട് ഞാൻ ഇതിലേക്ക് ലേശം അലോവേര ജെൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി, ബാക്കിയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കാം. ഇതിപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ തന്നെ മതി നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പൊക്കെ പോകാനായിട്ട്. പക്ഷേ കണ്ണിലേക്ക് പോകണമെന്ന് നോക്കണം. ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം അടിച്ച് നമ്മൾ പതപ്പിക്കണം കേട്ടോ. അത് കുറച്ച് നേരം അടിക്കണം. അറിയാത്തവരൊക്കെ ചെയ്ത് നോക്കുക. പെട്ടെന്ന് കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ തേക്കാനായിട്ട്. പിന്നെ നമുക്ക് കണ്ണട വെച്ചിട്ട് മിക്കവർക്കും ഉണ്ടോ, കണ്ണടയ്ക്ക് വെയിറ്റ് കൂടുമ്പോൾ മൂക്കിൻ്റെ സൈഡിൽ കറുപ്പ് വരണ ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ തേക്കാൻ നല്ലതാണ്. കൈ കൊണ്ട് വെച്ചിട്ട് തേക്കാം കേട്ടോ. ഉണ്ടോ, പറയാത്തവർ ചെയ്യുന്നൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആൺകുട്ടികൾക്കും തേക്കാം. വെയിൽ കൊണ്ട് പഠിക്കാൻ പോയിട്ട് വരുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.